ഹേ പ്രഭു ക്യാ ഹുവാ നമ്മുടെ സോളാർ പാനലേ ഇപ്പം മേടിക്കാൻ നല്ല പറ്റിയ അവസരം കേട്ടോ. നല്ല പ്രൈസ് ഉണ്ട്. അത് നമുക്ക് ആമസോണിൽ വരെ നല്ല ചീപ്പ് റേറ്റ് കിട്ടും. നമുക്കിപ്പോൾ പണ്ട് കടയിൽ പോയി കഴിഞ്ഞാൽ ലോങ് ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ചടങ്ങാണ്. ഈ ഒരു പാലിലൊക്കെ തന്നെ മേടിക്കുമ്പോഴും 2 പാലിന് മേടിക്കുമ്പോഴൊക്കെ ചടങ്ങാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടും. ഒരു വാട്ടിന് 23 രൂപ ചില്ലറയ്ക്ക് ആമസോണിൽ തന്നെ ഈ സാധനം കിട്ടും. പണ്ട് നമുക്ക് 30 രൂപ 33 രൂപ 35 രൂപയ്ക്കാണ് ടാക്സ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കാർഡ് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ഈ 21 രൂപ ചില്ലറയ്ക്ക് ടാക്സ് ഉൾപ്പെടെ ഈ ഒരു മുതൽ കിട്ടും. അതും 23 രൂപ ചില്ലറ ടാക്സ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു മുതൽ നമ്മുടെ വീട്ടിൽ കമ്പനി കൊണ്ട് ഇറക്കി തരും. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അവർ മാറ്റി തരുകയും ചെയ്യും. അതിനൊന്നും വലിയ സീനൊന്നുള്ള കേസല്ല. എന്തായാലും ഞാനങ്ങനെ ഓൺലൈൻ വഴി മേടിച്ച 4 പാലാണ് ഈ കാണുന്നത്. 550 വാട്ട്സിൻ്റെ ബൈഫിഷ്യൽ സോളാർ പാലാണ് നമ്മൾ മേടിച്ചത്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതെങ്ങനെ കൊണ്ടുവന്നപ്പോൾ എങ്ങനെയായിരുന്നു, നമ്മൾ അത് അൺബോക്സ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദയവായി ലൈക്ക് അടിച്ചൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ ഇവിടെ മുടിഞ്ഞ വെയിലാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. വാരിയുടെ 550 വാട്ട്സ് ബൈഫിഷ്യൽ സോളാർ പാനലാണ് നമ്മൾ വാങ്ങിയത്. നമുക്ക് ഇത് വാരിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് മേടിക്കാം, അതുപോലെ ആമസോണിൽ നിന്ന് മേടിക്കാം. ഒരു സോളാർ പാനലിൻ്റെ വില പറയുന്നത് അതിൻ്റെ വാട്ട്സ് അനുസരിച്ചാണ്. ഒരു വാട്ട്സിന് 23 രൂപ എന്ന് പറഞ്ഞാൽ 550 വാട്ട്സ് ആകുമ്പോൾ 550 × 23 അപ്പോൾ കിട്ടുന്ന പ്രൈസാണ് ആ ഒരു പാനലിൻ്റെ വില. അങ്ങനെ വരുമ്പോൾ പല സൈസ് അനുസരിച്ചും ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓരോ വാട്ട്സിന് വില മാറുന്നുണ്ട്. ഇതിവണം ഒരു വലിയ വണ്ടിയിലാണ് നമുക്ക് സോളാർ പാനൽ കൊണ്ടെത്തുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ തന്നെ ആ വണ്ടിയുടെ ഉള്ളിൽ പൂർണ്ണമായിട്ട് കയറിയിരിക്കാവുന്ന രീതിയിലാണ്. അതുകൊണ്ടാണെങ്കിൽ യാതൊരുവിധ ഡാമേജും പോരുന്ന വഴിയിൽ ഉണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ്. അതും പോരാത്തതിന് നല്ല രീതിയിൽ കയറുപയോഗിച്ചിട്ട് കെട്ടിവെച്ചിട്ടാണ് ഈ ഒരു മുതൽ നമ്മുടെ വീട്ടിലേക്ക് അവർ കൊണ്ടുവന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ഷോപ്പിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ 28 രൂപ ചില്ലറാണ് ടാക്സ് ഉൾപ്പെടെ വരുന്നത്. അതും 550 വാട്ട്സിൻ്റെ പാനലൊന്നുമില്ല, 435 480 വാട്ട്സിൻ്റെക്ക് ഉള്ളൂ. എനിക്ക് മാക്സിമം സൈസുള്ള പാനലും വേണം, 4 പാനലും വേണം. പിന്നെ ഇവിടെയുള്ള കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്കാശ് വേണം. ചെറിയ വണ്ടിയാണെങ്കിൽ പാനൽ പുറത്തേക്ക് തള്ളിയിരിക്കുമ്പോൾ കൊണ്ടുവരുന്ന വഴിക്ക് ഏതെങ്കിലും വണ്ടിയായിട്ട് ചെറുതായിട്ട് തട്ടിയാൽ വരെ പാനൽ പൊട്ടി തവിടുകൂടിയാവും, നമ്മുടെ പൈസ പോകും. അപ്പോൾ നല്ല രീതിയിൽ വണ്ടിക്കാശും മുടക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധനവും കിട്ടാനില്ല, നമ്മുടെ ആവശ്യവും നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഓൺലൈൻ വഴി തപ്പിയപ്പോൾ എനിക്ക് നല്ല പ്രൈസ് കുറവിൽ കിട്ടി. ഞാൻ വാരിയുടെ സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. ഇപ്പോൾ നിലവിൽ ആമസോണിലാണ് വിലക്കുറവ്. അതുകൊണ്ട് നിങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ചാൽ മതി. അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് സീനൊന്നുമില്ല. ഈസി ആയിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 550 വാട്ട്സിൻ്റെ ബൈഫിഷ്യൽ സോളാർ പാനലിന് ആമസോണിൽ കുറച്ച് വില കൂടുതലാണ്. ബാക്കി എല്ലാ സൈസിലും ആമസോണിൽ തന്നെയാണ് വിലക്കുറവ്. ആമസോണിലാണെങ്കിൽ നിങ്ങൾക്ക് കാർഡ് ഓഫർ കിട്ടും, പക്ഷേ വാരിയുടെ സൈറ്റിൽ അങ്ങനെ ഓഫറൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിൽ ഉള്ള സാഹചര്യത്തിൽ ആമസോണാണ് ബെറ്റർ. എന്തായാലും പർച്ചേസ് ലിങ്ക് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ അറിയാൻ സാധിക്കും. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ 2 സോളാർ പാനൽ വെച്ചിട്ട് 2 പെട്ടിയാണ് നമുക്ക് വന്നത്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് ആ 2 പെട്ടി വന്നത്. അതെന്തായാലും പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു വെയിറ്റുണ്ട് കേട്ടോ. 2 സോളാർ പാനൽ വരുമ്പോൾ 60-65 കിലോ കട്ടിക്കൂട് ഉൾപ്പെടെ വെയിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഇറക്കി വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 പേർക്ക് ഈസി ആയിട്ട് പിടിച്ച് മാറ്റാവുന്നേ ഉള്ളൂ. കൊറിയറിൻ്റെ ഓഫീസിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് 46 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അത്രയും ദൂരെ നിന്നാണ് സാധനം വന്നത്. എന്തായാലും നല്ല പക്കയായിട്ട് സാധനം കിട്ടി. വണ്ടിയിൽ വലിയ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. പുള്ളി ഫോൺ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഇത് ഇറക്കാൻ വേണ്ടി ഒരാൾ വീട്ടിൽ വേണമെന്ന്. ഓക്കെ, നോ പ്രോബ്ലം. ഓൺലൈൻ വഴി സോളാർ പാനൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മുതൽ നമുക്ക് കിട്ടാൻ വേണ്ടി ഒരാഴ്ച തൊട്ട് 2 ആഴ്ച വരെ സമയം എടുക്കുന്നുണ്ട്. എനിക്ക് ഒരാഴ്ച കൂടുതൽ സമയമെടുത്തു, എന്നാൽ 2 ആഴ്ച എടുത്തുമില്ല താനും. അങ്ങനെയാണ് അവസാനം ഈ ഒരു മുതൽ നമുക്ക് കിട്ടിയത്.
ഈ കാണുന്ന വണ്ടിയിലാണ് വന്നത്. നല്ല അടിപൊളി ഡ്രൈവറായിരുന്നു. പുള്ളി സാധനമൊക്കെ ഇറക്കിയിട്ട് പുള്ളി പോയി. പറഞ്ഞ സമയത്ത് തന്നെ പുള്ളി വീട്ടിൽ വരികയും ചെയ്തു. എന്തായാലും പുള്ളി പോവുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സോളാർ പാനലിലേക്ക് പോകാം. ഈ കാണുന്ന പോലെ നമ്മുടെ കാർബോർഡ് പെട്ടി നനഞ്ഞു പോവാണ്ടും ചെളി പറ്റാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ പ്ലാസ്റ്റിക് അടിച്ചിട്ടുണ്ട്. അതൊക്കെ അതിൽ ചെറുതായിട്ട് കീറി തുടങ്ങി എങ്കിലും ആ ഒരു കാർബോർഡ് പെട്ടിക്ക് അങ്ങനെ ചെളിയൊന്നും വന്നിട്ടില്ല. ആ കൂടിൽ മാത്രമേ കുറച്ച് ചെളിയൊക്കെ പറ്റിയിട്ടുള്ളൂ. പക്ക നീറ്റായിട്ടാണ് പെട്ടി ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ കൂടൊക്കെ ഒന്ന് വലിച്ചു കയറി പൊളിച്ച് നിങ്ങളെ നമ്മൾ കാണിച്ചു തരാം. ഇത് ഫുള്ളായിട്ട് പൊളിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ സാധിക്കും. കൊറിയർ വഴി വന്നാലും അങ്ങനെ വലിയ ഡാമേജ് ഉണ്ടാവാനുള്ള രീതിയിൽ ഉള്ള പാക്കേജ് അല്ല. നല്ല അടിപൊളിയായിട്ട് പാക്കിങ് ചെയ്തിട്ടാണ് ഈ ഒരു മുതൽ നമ്മുടെ വീട്ടിലേക്ക് കമ്പനി എത്തിക്കുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല കേട്ടോ. ഞാൻ ഫുൾ പൈസ കൊടുത്ത് തന്നെ മേടിച്ചാണ്. എനിക്ക് ഇവർ ഒരു രൂപയിലും കുറച്ച് തന്നില്ല. ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് തരുമോ എന്ന് ഞാൻ 2-3 പ്രാവശ്യം അവരുടെ അടുത്ത് ചോദിച്ചാണ്. അവർ ഒരു മറുപടി തന്നില്ല. എന്തായാലും ബുക്ക് ചെയ്തതിന് ശേഷം കമ്പനി നല്ല രീതിയിൽ ബന്ധപ്പെട്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതല്ലാണ്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എന്തായാലും ഒരു വാട്ട്സിന് നമുക്ക് 23.5 ചില്ലറയ്ക്കാണ് കിട്ടിയത്. അതായത് 550 വാട്ട്സിൻ്റെ പാനലാണ്. നിങ്ങൾ ഗുണിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര പൈസ ഞാൻ കൊടുത്തു എന്ന് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ചുമ്മാ ഒന്ന് ഗുണിച്ചിട്ടേ കണക്കൂട്ടി നോക്ക്. കിട്ടിയില്ലെങ്കിൽ താഴെ കമൻ്റ് അടിച്ചാൽ മതി. കിട്ടിയെങ്കിൽ താഴെ കമൻ്റ് അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, കിടക്കട്ടേന്നേ അങ്ങോട്ട്. ഇതവണ നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്ത് നമുക്ക് ഈ മുതൽ കിട്ടുന്നത്. കാർബോർഡ് പെട്ടി പൊളിച്ച് കഴിയുമ്പോൾ ഫുള്ളായിട്ട് ഒരു സ്പോഞ്ചിൻ്റെ കഷ്ണം, അത് കഴിഞ്ഞിട്ട് സോളാർ പാനൽ, പിന്നെ സ്പോഞ്ചിൻ്റെ കഷ്ണം, പിന്നെ സോളാർ പാനൽ, പിന്നെ സ്പോഞ്ചിൻ്റെ കഷ്ണം, പിന്നെ കാർബോർഡ് പെട്ടി. ഇത്രയാണ് അതിൻ്റെ പാക്കിങ്. അടിപൊളി പാക്കിംഗ് ആണ്, ഒന്നും പറയാൻ കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് വേറെ ബ്രാൻഡിൻ്റെ സോളാർ പാനലൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര നല്ലൊരു പാക്കിങ് ആദ്യമായിട്ട് കണ്ടാണ്. അടിപൊളി പാക്കിംഗ് ആണ്, ഒന്നും പറയാനില്ല. പിന്നെ ഓൺലൈനിൽ നിങ്ങൾ ഈ ഒരു സോളാർ പാനൽ മേടിക്കുകയാണെങ്കിൽ 7 ദിവസമാണ് റിട്ടേൺ അയക്കാനുള്ള ടൈം. അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ പൊട്ടിച്ച് നോക്കുക. എന്തെങ്കിലും പൊട്ടലോ ചില്ലല്ലേ സംഭവം പൊട്ടിക്കഴിഞ്ഞെങ്കിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വാര്യയുടെ സൈറ്റിൽ നിന്നാണെങ്കിൽ അവർ മാറ്റിത്തരും. അല്ലെങ്കിൽ ആമസോണിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടേൺ എടുത്തിട്ട് നിങ്ങളുടെ പൈസ തിരിച്ചു തരുന്നതായിരിക്കും. പക്ഷേ അങ്ങനെ പൊട്ടാൻ ചാൻസ് കുറവാണ്. എന്നാൽ പറയാനും പറ്റില്ല, നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്തായാലും നിങ്ങളുടെ പൈസ ഒന്നും പോകാൻ ചാൻസ് ഇല്ല. ഇവർ വേറെ പാനൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അങ്ങനെ വലിയ സീനൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഒരുപാട് ദിവസം വെച്ചുകൊണ്ടിരിക്കരുത്. സാധനം വന്നു കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പൊട്ടിച്ച് നോക്കുക. എന്തെങ്കിലും ഡാമേജ് കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ മാറ്റാം. ഇനി സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ കമ്പനിയായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ കമ്പനി വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സോളാർ പാനൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റി തരുന്നതായിരിക്കും. സംഭവം ഇത്രേ ഉള്ളൂ. ആദ്യത്തെ ഒരു 7 ദിവസം നമുക്കാണെങ്കിൽ നമ്മുടെ കംപ്ലൈൻറ്റ് പ്രകാരം ഇവർ മാറ്റിത്തരും. പിന്നീട് വന്ന സമയത്ത് നിങ്ങൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കമ്പനി ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ മാറ്റിത്തരും. അതിന് സമയമെടുക്കും. പക്ഷേങ്കിൽ കിട്ടുമ്പോൾ തന്നെ കംപ്ലൈൻറ്റോ പൊട്ടലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മാറി കിട്ടും. ഇത്രേ ഉള്ളൂ സംഭവം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നമുക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. എന്തായാലും ഇനി നമ്മൾ ലിഥിയം ബാറ്ററിയുടെ വീഡിയോ, അതുപോലെ ഇൻവേർട്ടറിൻ്റെ വീഡിയോ, അങ്ങനെ എർത്തിങ് മുതൽ പല വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം പാട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക. പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് മുമ്പ് ഈ ഒരു സോളാർ പാനൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വലിയ ഡാമേജ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ മറ്റു കൂട്ടുകാർക്ക് അതൊരു ഉപകാരമായിരിക്കും.